കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ചില തിരക്കുകൾ മൂലം വീഡിയോസ് അല്പം ഡിലേ ആവുന്നുണ്ട്. എല്ലാവരും സദയം ക്ഷമിക്കുമല്ലോ. എൻ്റെ അനുഭവത്തിൽ അടുത്തറിഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമായി കഥ കേൾക്കാൻ വന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ. എല്ലാവരും തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി കഥയിലേക്ക്. എൻ്റെ ഒരു കസിൻ, അവളുടെ പേര് ജ്യോതി. അവളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം അതാണിന്ന് പറയുന്നത്. ജ്യോതിയുടെ കുഞ്ഞമ്മയാണ് ശാരിക. ചെറുപ്പം തൊട്ടേ കുഞ്ഞമ്മയുമായി ജ്യോതി നല്ല കൂട്ടാണ്. കുഞ്ഞമ്മയുടെ ഭർത്താവ് മുൻപേ മരിച്ചു. ഒറ്റ മോളാണ് അവർക്ക്, അനുപമ എന്നാണ് അവളുടെ പേര്. അനുപമ വിവാഹശേഷം ഭർത്താവിനോടൊപ്പം ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. അനുപമയ്ക്ക് ഒറ്റ മോളാണ്, പേര് ദേവിക. 5 വയസ്സുണ്ടവൾക്ക്. അനുപമയുടെ മോളെ കുഞ്ഞമ്മ വിളിക്കുന്നത് മണിക്കുട്ടി എന്നാണ്. കുഞ്ഞമ്മയുടെ ഒരു കാലിന് ചെറിയ മുടന്തുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാണേ. ഒരു ദിവസം ജ്യോതിയുടെ വീട്ടിലെത്തിയ കുഞ്ഞമ്മ പെട്ടെന്ന് കുഴഞ്ഞു വീണു. എല്ലാവരും ചേർന്ന് കുഞ്ഞമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുഞ്ഞമ്മ 55-ാം വയസ്സിലെ ഈ ലോകം വിട്ടുപോയി. മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു. അനുപമയും ജ്യോതിയും കരഞ്ഞു തളർന്നിരിക്കുകയാണ്. ജ്യോതിക്ക് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാമായിരുന്ന കുഞ്ഞമ്മ ഇനിയില്ല. ചെങ്ങന്നൂരിലെ അവരുടെ വീട്ടിൽ എല്ലാ അവധി ദിവസങ്ങളിലും അവൾ പോകുമായിരുന്നു. സ്വന്തം മകളേക്കാൾ കുഞ്ഞമ്മയ്ക്ക് പ്രിയമായിരുന്നു ജ്യോതിയെ. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ആളുകളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. കുറച്ച് അടുത്ത ബന്ധുക്കൾ മാത്രം അവിടെ തങ്ങി. പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിറ്റേന്ന് സന്ധ്യാസമയത്ത് എല്ലാവരും കൂടിയിരുന്ന് നാമം ജപിക്കുന്ന ഒരു ചടങ്ങ് എല്ലാ മരണ വീടുകളിലും നടക്കാറുണ്ട്. എല്ലാവരും പ്രാർത്ഥന തുടങ്ങിയ സമയത്താണ് അനുപമയുടെ കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് കുഞ്ഞമ്മയെ ദഹിപ്പിച്ച സ്ഥലത്തേക്ക് ഓടിപ്പോയി. ജ്യോതിയാണ് കുട്ടിയെ പിടിക്കാൻ പിറകെ പോയത്. അവിടെ എത്തിയ ജ്യോതി കുട്ടിയെ വട്ടമിട്ട് പിടിച്ചു. പക്ഷേ പിന്നീട് നടന്നത് അവിടെ കൂടിയ ആളുകളെ ഭയപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്ത കാഴ്ചയായിരുന്നു. അനുപമയുടെ കുട്ടിയെ ദേവൂട്ടി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ജ്യോതി പെട്ടെന്ന് മണിക്കുട്ടി എന്ന് നീട്ടി വിളിക്കുകയും ഒരു കാൽ മുടന്തി നടക്കുകയും ചെയ്യാൻ തുടങ്ങി. മരിച്ചുപോയ കുഞ്ഞമ്മയുടെ അതേ ശരീരഭാഷ, ശബ്ദം പോലും മാറി. എല്ലാവരോടും ദേഷ്യപ്പെടുകയും കുട്ടിയെ ഇറക്കിവിട്ടതിന് അനുവിനെ തല്ലാനോങ്ങുകയും ചെയ്തു. ആത്മാവിലും പ്രേതത്തിലും വിശ്വസിക്കാത്ത ആളുകൾ ആ കാഴ്ച കണ്ടാൽ എല്ലാത്തിലും വിശ്വസിച്ചു പോകും. അതുപോലെയായിരുന്നു അന്ന് അവിടെ ജ്യോതി കാണിച്ചു കൂട്ടിയത്. അവസാനം അവിടെ ഏതോ തിരുമേനിയുടെ വീട്ടിൽ പോയി എന്തോ ചെയ്തിട്ടാണ് നോർമൽ സ്റ്റേജിലേക്ക് ആയത്. പിന്നെ ചോദിച്ചപ്പോൾ അന്ന് അവിടെ അങ്ങനൊരു സംഭവം ഉണ്ടായതുപോലും അവൾക്ക് ഓർമ്മയില്ല. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.